കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 7:15 ഡിന്നറിന് പോകുന്നതിന് മുമ്പ് ഒന്ന് പാർക്കിലൊക്കെ പോകണം. ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്, അവിടെ പോയി മോനെയൊക്കെ ഒന്ന് അവിടെ കറക്കിയിട്ട് അതിന് ശേഷം ഡിന്നറിന് പോവാം. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ. നടന്നു പോകാനുള്ള ദൂരത്തിലേ ഉള്ളൂ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത്, താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക്. അപ്പോൾ ഇപ്പം അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്ന് കുറച്ചു നേരം അവിടെയൊക്കെ ഓടിക്കളിച്ചിട്ട് പിന്നെ പയ്യെ ഡിന്നറിനൊക്കെ പോവാന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ പ്ലാനിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും വരാം. ചെയ്യാനായിട്ടുള്ള സംഭവമൊക്കെ ഇപ്പോഴേ വാങ്ങിച്ചു കഴിഞ്ഞു. വ്ളോഗിങ് തുടങ്ങിയുള്ളൂ, അപ്പോഴത്തേക്ക് അതിനുള്ള എക്യുപ്മെൻ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഒരു ട്രൈപോഡ് പോലെ മൊബൈൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൊള്ളാം. അതെന്തായാലും അതിങ്ങനെ 360 ഡിഗ്രിയിൽ തിരിക്കാനൊക്കെ പറ്റും. ആ സംഭവം വാങ്ങിച്ചു. ഇനിയിപ്പോൾ പാർക്കിലേക്ക്. കളിക്കാനുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോനെ കൊണ്ട് ഇവിടെ ഡെയിലി വരുന്നതാണ്. അപ്പോൾ നമുക്കിനി പാർക്കിനകത്ത് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. അങ്ങനെ പാർക്കിലെത്തി. വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് പാർക്കിലെത്തി കഴിഞ്ഞപ്പോൾ ഇതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ മെയിൻ്റനൻസ് നടക്കുവാണ്. ഇപ്പം അങ്ങോട്ട് കുട്ടികളുടെ പ്ലേ ഏരിയയിലേക്ക് എൻട്രി ഇല്ലാന്ന്. ബട്ട് അവിടെ കണ്ടില്ലേ നിറയെ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ താഴേക്കൂടെ ഇങ്ങനെ കുനിഞ്ഞ് കയറിപ്പോകാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ കുനിഞ്ഞ് കയറാന്നുള്ളതാണ് തീരുമാനം. അവിടെ കയറിയിട്ട് കുറച്ച് നേരം ഇവനെ കൊണ്ടൊന്ന് കളിച്ചിട്ട് പോയില്ലെങ്കിൽ ആദിക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബ്ഡ് ആവും. അവൻ്റെ ആക്ടിവിറ്റീസൊക്കെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പിന്നെ നമ്മളെ ഡിന്നർ കഴിക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നുഴഞ്ഞ് അകത്ത് കയറി കുറച്ച് അതിനകത്തൊക്കെ കളിച്ചിട്ട് പോവാം എന്നുള്ളതാണ്. കണ്ടോ, ഒരിടത്ത് കയറില്ലെന്ന് പറഞ്ഞാലും അവിടെ നുഴഞ്ഞ് കയറും. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. പക്ഷെ ഇവിടെ നിറയെ ആളുകളുണ്ട് കേട്ടോ. നിറച്ച് എല്ലാവരും എന്താ കണ്ടില്ലേ, എല്ലാവരും ഇവിടെ കളിക്കുന്നുണ്ട്. എല്ലാവരും നുഴഞ്ഞു കയറിയവരായിരിക്കും. എന്തായാലും കുറച്ചേരം ഇനി ഇവിടെ കളിക്കട്ടെ.
എറണാകുളം. ശരി. റെസ്റ്റോറൻറ്റിലെത്തി. ഈ ഏരിയയിൽ നമ്മൾ ഓൾറെഡി വന്നിട്ടുള്ളതാണ് കഴിക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് പോയ റെസ്റ്റോറൻറ്റിൽ ബേബി സീറ്റർ ഉണ്ടായിരുന്നില്ല. അപ്പം ആദ്യം കൊണ്ട് വരുമ്പം ബേബി സീറ്റർ ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അവനെ പ്രാങ്കിലോ നിർത്തി അവൻ ഇരിക്കില്ല. ഇതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡൊക്കെ കുറച്ചൊക്കെ വെച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഹാപ്പി ആയിട്ടിരുന്നോളും. അപ്പോൾ അങ്ങനെ എത്തി റെസ്റ്റോറൻറ്റ്. നല്ല റെസ്റ്റോറൻറ്റാണ്. നല്ല ആംബിയൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇനി ബാക്കി ഫുഡ് വന്നു കഴിഞ്ഞാൽ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ. ഇവിടെയൊക്കെ എന്ത് ഐറ്റം ഓർഡർ ചെയ്താലും, ഏത് റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ ഈ കുബൂസും ഇങ്ങനെ സാലഡും മയോ എന്തുകൊണ്ടൊക്കെ സാധനങ്ങൾ ഇതായിട്ട്. പിന്നെ ആദ്യം പിന്നെ എവിടെ പോയാലും അവന് ഫ്രണ്ട്സ് ഉണ്ടാക്കും. സുലൈമാനിയും കൂടെ കുടിച്ച് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വ്ളോഗ് ചെയ്തിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.